ഒരു നാടിന്റെ വരൾച്ചയും ക്ഷാമവും ഇല്ലാതാക്കി രാജകൽപ്പന പ്രകാരം മുനികുമാരനെ വശീകരിച്ചു കൊണ്ടുവരാൻ നിയുക്തയായ വൈശാലി എന്ന ദേവദാസി പെൺകുട്ടി.
വർഷമംഗലഘോഷം ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം ദും 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 ദുന്ദുഭിനാദം നാദം നാദം ദും 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 ദുന്ദുഭിനാദം നാദം നാദം. ഇന്ദ്രധനുസേന്തി വരുന്ന ഘനാഘന സേനകളെ വന്നാലും ഇതിലേ 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 ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം ദേവദുന്ദുഭിതൻ വർഷമംഗലഘോഷം ദും 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 ദുന്ദുഭിനാദം നാദം നാദം. സ്ത്രീയുടെ ഗന്ധവും രൂപവും അറിയാത്ത മുനികുമാരന്റെ പാപം വശീകരിക്കാൻ വന്ന വേശ്യാതരുണിയുടെ പുണ്യം. വൈശാലി. അപ്പൊ ആദ്യം തന്നെ നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാം. ഒരു ഗംഭീര പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നി, പറയാൻ വാക്കുകളില്ല, അത്ര മനോഹരമായിരുന്നു. ശ്വേതാജി, വൺ ഓഫ് ദ ബെസ്റ്റസ്റ്റ് പെർഫോമൻസ്. എന്താ പറയുക, നമ്മൾ സിനിമ കണ്ട ഒരു ഫീലായിരുന്നു. ലൈറ്റിംഗ് ആണെങ്കിലും നിങ്ങളുടെ ഈ AV ആണെങ്കിലും നിങ്ങളുടെ ആ വീഡിയോ വിഷ്വൽ, ആ വീഡിയോ നമ്മുടെ ഹോമം ചെയ്യുന്ന സമയത്ത് അത് ടേൺ ചെയ്ത് നമുക്ക് അങ്ങനെ നിങ്ങൾ ഹോമം ചെയ്യണ ഒരു ഫീലിംഗ് വന്നു. പെർഫോമൻസ് ആണെങ്കിൽ വൈശാലി കാണാത്ത ഒരാളില്ല. അത് ഫുൾ സിനിമ അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഡാൻസ് വൈസ് ആണെങ്കിലും ഒരാളുടെ ക്യാരക്ടർ മാറ്റിയിട്ട് ബോഡി ലാംഗ്വേജ് ഒന്നും മാറിയിട്ടില്ല. ദിവ്യശ്രീന്റെ ആ ഒരു ഋഷിശൃംഗന്റെ ആ ഒരു ഇതുണ്ടായിരുന്നില്ലേ, അത് സൂപ്പർബായിരുന്നു. ആ കോസ്റ്റ്യൂം ഇതെല്ലാം. പിന്നെ വൈശാലിക്കുട്ടി ശുണ്ടരി ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ സോ ബ്യൂട്ടിഫുൾ, ഭയങ്കര ഭംഗി. ടച്ച് വുഡ്. അതെ, അവൾക്ക് മേക്കപ്പ് ചെയ്തിരിക്കുന്ന രാകേഷ് ആണ്. അതേപോലെ ഞങ്ങൾക്ക് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് ഞാനല്ല, എന്താ വിനീത് സാറാണ്. അപ്പൊ സാറാണ് എനിക്ക്. എന്തായാലും വിനീത് സാർ നന്നായിട്ട് നിങ്ങളുടെ ഈ ഒരു റൗണ്ടിന് 100% അല്ല 1000% നീതി പുലർത്തിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫുൾ ഫാമിലി, അത് ഫുൾ മീൻസ് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ കംപ്ലീറ്റ് പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി കൂടെ വന്നിരിക്കുന്നവരെ കൂടി ഒന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ മോളെ. അമൃത ഹരി. ആരാണ് രുദ്രലക്ഷ്മിയുടെ? അമൃത ഹരി ഇവിടെയുള്ള ഹരിയേട്ടന്റെ മോളാണ്. ഓഡിയോ ഡിപ്പാർട്ട്മെന്റിലുള്ള ഹരിച്ചേട്ടന്റെ മോളാണ്. അമൃതയുടെ അമ്മ എന്റെ കൂടെ RLVയിൽ പഠിച്ചതാണ്. അപ്പൊ ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വിളിച്ചായിരുന്നു. അപ്പൊ ഓഡിയോന്റെ ഹരിചേട്ടന്റെ മോളാണ്. ചേട്ടന്റെ പേര്? എൻ്റെ പേര് ശ്രീലാൽ, ഞാൻ ദിവശ്രീയുടെ സഹോദരനാണ്. ഏട്ടൻ ഇതിനു വേണ്ടി മുടിയും എന്താ മീശയൊക്കെ പഠിച്ചു. എനിക്ക് തന്നെ വന്നപ്പോ മനസ്സിലായില്ല ഏട്ടനാണ്. അത്രയ്ക്ക് മാറ്റമായിരുന്നു. പക്ഷെ ആ ക്യാരക്ടറിനെ പറ്റിയ അതായത് ഏട്ടന്റെ ഒരു ഇൻവോൾവ്മെന്റ് നോക്കണേ. ആ ഒരു തീമിൽ ഞാൻ വരുമ്പോ ഞാൻ ആപ്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത, അതാണ് ഒരു പെർഫോമർ. അടിപൊളി അടിപൊളി. ഇനി നമുക്ക് താങ്കളെ പരിചയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷെ എങ്ങനെയുണ്ടായിരുന്നു? കണ്ടിട്ട് അടിപൊളിയായി തോന്നി. ഈ കണ്ണാട ഇല്ലാതെ നിങ്ങൾക്ക് കണ്ടോ എവിടെ നടക്കണ്ടെന്ന്? ഇവിടെ നിന്ന് എന്നോട് പറയണേ വൈറലാവും അല്ലേ അപ്പോന്ന്. ഈ പെർഫോമൻസേ ആവും, മിക്കവാറും ആവാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. പക്ഷെ എന്തായാലും നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും വേദിയിൽ ഇത്ര ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചതിന് അതിന് നിങ്ങളെടുത്ത എഫേർട്ടിന് ഒരു വലിയ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഇതുപോലെ അടിപൊളിയാവട്ടെ സംഭവങ്ങളൊക്കെ.